അതിനകത്ത് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പഠിച്ചത്. അപ്പം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കമ്പനിയുടെ ഓണർഷിപ്പ് ബൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജിൽ ആക്ച്വലി നമുക്ക് ഓണർഷിപ്പ് വാങ്ങിക്കുക എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഓണർഷിപ്പ് കിട്ടിയതുകൊണ്ട് എന്താണ് സ്പെസിഫിക് അഡ്വാൻറ്റേജ് എന്ന് അറിയില്ല. പ്ലസ് അതല്ലാതെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷെയറിന് ഫ്യൂച്ചറിൽ നമുക്ക് അപ്രിസിയേഷൻ കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റോക്ക് വാങ്ങിക്കുന്നതിലൂടെ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു 4 വർഷം മുന്നേ 100 റുപ്പീസിന് ഒരു ഷെയർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ പ്രൈസ് ഇപ്പം ഒരു 2020 100 റുപ്പീസിന് വാങ്ങിച്ചത് ഇന്ന് 2024 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ 2025 ആവുന്ന സമയത്ത് അതിന് ഒരു 250 രൂപ അതിന് ഷെയർ പ്രൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ അന്ന് വാങ്ങിച്ചുള്ള ഷെയർ നമ്മൾ ഇന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഷെയർ പ്രൈസ് 2020 കോവിഡ് ടൈമിൽ വാങ്ങിച്ചുള്ള ഒരാളെ സംബന്ധിച്ച് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ആ സമയത്ത് 43 റുപ്പീസ് ആയിരുന്നു. ടാറ്റ മോട്ടോഴ്സ് 2020 കോവിഡ് ടൈമിൽ വാങ്ങിച്ചുള്ള ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അന്ന് ഒരു 1 lakh റുപ്പീസിന് അദ്ദേഹം ഈ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 lakhന് അദ്ദേഹത്തിന് ഇത്രയും ഷെയർസ് കിട്ടിയിട്ടുണ്ടാവും. അതായത് 1 lakh ഡിവൈഡ് ബൈ 43 ചെയ്യുന്ന സമയത്ത് നമുക്ക് അതായത് 2325 ഷെയർസ് അന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അന്നത്തെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 43 ആണ്. അതിപ്പം കഴിഞ്ഞ മാസം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് 1050 രൂപയാണ് ഈ ഷെയറിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് അപ്രിസിയേറ്റ് ആയിട്ട് 43 റുപ്പീസ് എന്ന് 1050 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അന്ന് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള ഈ 2325 ഷെയറിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 1050 ഇൻറ്റു 2325 ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 24 ലക്ഷത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ഇന്ന് അതിൻ്റെ വാല്യൂ ഉണ്ടാവും. 1 lakh റുപ്പീസിന് വാങ്ങിച്ച ഷെയർ ഇന്ന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 24 ലക്ഷത്തിന് മുകളിൽ രൂപ ഇന്ന് അതുകൊണ്ട് അക്വയർ ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർലി ലോവർ പ്രൈസിന് വാങ്ങിച്ച ഷെയർ ഇന്ന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടി നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്നുള്ള കൺസെപ്റ്റ്. ദെൻ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പ്രോഫിറ്റിൻ്റെ അതായത് അവരുടെ ലാഭവിഹിതത്തിൻ്റെ ഒരു പോർഷൻ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മേ ബി അത് ഇയർലി ക്വാർട്ടർലി ഒക്കെ പേ ഔട്ട് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി അവർക്ക് ഈ ഒരു കേസിൽ തന്നെ പറയാം, ഇപ്പം കമ്പനി അവരുടെ വിചാരിക്കുകയാണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇയർലി 2 റുപ്പീസ് വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു കേസിൽ 2 റുപ്പീസ് കിട്ടുന്ന ഇപ്പം ഇത്രയും ഷെയർ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്, 2325 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇതിന് ഇയർലി 2 റുപ്പീസ് വെച്ചിട്ട് കിട്ടുന്ന സമയത്ത് ഡിവിഡൻഡ് മാത്രം അദ്ദേഹത്തിന് ഒരു ഷെയറിന് 2 റുപ്പീസ് വെച്ചിട്ട് 4650 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു ഷെയർ വാങ്ങിക്കുന്നത് കൊണ്ട്. പിന്നെ മാത്രമല്ല പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ആണ്. അതായത് ഇപ്പം കമ്പനി ഈ ഡിവിഡൻഡ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി കൊടുക്കുന്നതിന് പകരം അവർ വിചാരിക്കുകയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അപ്പം ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഒരു റേഷ്യോ വെച്ചിട്ട് അവർ എക്സ്ട്രാ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. അപ്പം ആ റേഷ്യോ എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു റേഷ്യോ വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1:1 അല്ലെങ്കിൽ ഒരു ഷെയറിന് ഒരെണ്ണം എന്ന് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ഷെയർ വാങ്ങിച്ചുള്ള ഒരാളെ സംബന്ധിച്ച് കമ്പനി വിചാരിക്കുകയാണ് ഒരു ഷെയറും കൂടെ എന്നുള്ള രീതിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ഡബിൾ ഷെയർ ഇപ്പം കിട്ടും. അപ്പം ഈ ഒരു 4650 ഷെയർസ് ഇപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ പ്രൈസ് ഒന്ന് ടാലി ചെയ്യും. അതായത് ഇപ്പം ഇതിൻ്റെ പ്രൈസ് ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ
ഈ ഒരു സമയത്ത് ഒരു ഷെയറിന്റെ പ്രൈസ് 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ പ്രൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് 50 രൂപയാക്കും. 50 രൂപയാക്കിയിട്ട് പഴയ പോലെ പ്രൈസ് ആക്കും. അപ്പം ഇതുകൊണ്ട് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അടുത്ത വർഷം ഇവിടെ ഒരു ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാണ്. 2 രൂപ വെച്ചിട്ട്, സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 രൂപ വെച്ചിട്ട് ഇവർ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, നേരത്തെ 2325 ഷെയറിനായിരുന്നു നമുക്ക് 2 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ ഷെയർസിന്റെ എണ്ണം കൂടി, ബോണസ് ഷെയർ കിട്ടിയത് വഴി ഷെയർസിന്റെ എണ്ണം കൂടി. സോ ഇതേ ഇൻറ്റു 2 റുപ്പീസ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് എക്സ്ട്രാ ഒരു ലാഭമാണ്. നമ്പർ ഓഫ് ഷെയർസ് കൂടിയതുകൊണ്ട് ഡിവിഡൻഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഇതാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അതിന് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം കമ്പനി ഒരു ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മുടെ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം ഷെയറിന്റെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസ് ആണ്. പക്ഷെ അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അത് 350 രൂപയ്ക്ക് കൊടുക്കുകയാണ്. കറണ്ട് ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷെ അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം റൈറ്റ് ഇഷ്യൂയിലൂടെ അവർ 350 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 350 രൂപയ്ക്ക് ആണ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ 500 രൂപയ്ക്കാണ്. അപ്പോൾ അവർക്ക് ഈ ഷെയർ ഇമ്മീഡിയറ്റ്ലി വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് വിൽക്കാം. സോ അവർക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റുന്നത് ഈ ആക്ച്വൽ പ്രൈസിന് അവർക്ക് വിൽക്കാനായിട്ട് പറ്റും. 350 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ അവർക്ക് 500 രൂപയ്ക്ക് പുറത്ത് വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർക്ക് അതിന്ന് ഒരു ഷെയറിൽ 150 രൂപ വെച്ചിട്ട് അവർക്ക് അവിടെ ലാഭം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന് വളരെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഷെയർ ആണ്. സ്പ്ലിറ്റ് ഷെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ഷെയർ ഇപ്പോൾ ഒരു പ്രീമിയം ഷെയർ ആണെന്ന് വിചാരിക്കും, ലൈക്ക് ഇപ്പോൾ ഒരു 1 lakh എബോ ഒക്കെ ഉള്ള ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ബയേഴ്സ് അവിടെ കുറവായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രീമിയം ആണ്. ഇപ്പം മേ ബി എനിക്കൊന്ന് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അപ്പം അവിടെ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ വരും. ലൈക്ക് ഇപ്പം ഒരു മാർക്കറ്റ് കറക്ഷൻ വരികയാണ്, അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്കത് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് ഉണ്ടാവില്ല. ഇപ്പം 1 lakhന്റെ ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ വരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ഇമീഡിയറ്റ്ലി വിൽക്കാനായിട്ട് നോക്കുമ്പോൾ വിൽക്കാനായിട്ട് പറ്റത്തില്ല, ലിക്വിഡിറ്റി ഉണ്ടാവില്ല, ബിക്കോസ് അവിടെ ബയേഴ്സ് ഉണ്ടാവില്ല. അപ്പം ഇത്തരത്തിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ലിക്വിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെയർസിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു 1 lakh ഒക്കെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു ഷെയറിനെ നമ്മൾ 100 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രീമിയം ഷെയർ ആണ്, 1 lakh ഉള്ള ഷെയർ ആണ്. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് കൂടും ഇതിനെ വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ വാങ്ങിക്കാനായിട്ട് ആളുകൾ കൂടും, ഡിമാൻഡ് കൂടും. അങ്ങനെ അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിനെയാണ് സ്പ്ലിറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ദാറ്റ് കസ്റ്റമേഴ്സിന് ഇത്തരം പ്രീമിയം ഷെയർസ് അവൈൽ ചെയ്യാനും അതിൻ്റെ മാർക്കറ്റ് അപ്രിസിയേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനും പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല, ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ ഇതില്ല, ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ 100 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ 10 ഷെയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടല്ല, മാർക്കറ്റ് വാല്യൂവിന് അതിൻ്റെ എഫക്റ്റ് വരും. പക്ഷെ കൊടുക്കുന്നത് ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പം അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ്. സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിലൂടെ നമുക്ക് വാരിയസ് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് അടുത്ത്. പക്ഷേ ഇനി സംസാരിക്കുമ്പോൾ നമ്മൾ ഡിസഡ്വാൻറ്റേജസ് മാത്രം പറയാതെ അഡ്വാൻറ്റേജും കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് രഞ്ജിത്ത് സാർ ഇന്നലെ പറഞ്ഞത്. അപ്പം ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റത്തെ ക്യാപിറ്റൽ ഇറേസ് ആണ്. അതായത് ക്യാപിറ്റൽ ഇറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോകാം. അത് വാരിയസ് റീസൺസ് കൊണ്ട് സംഭവിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഷെയറിൻ്റെ കമ്പനി ഓണർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം റിലയൻസ് അംബാനിക്ക് ഇന്ത്യ ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
അത് ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ മാർക്കറ്റിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയിരിക്കും. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ഹെവി വെയിറ്റ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഓണേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് ക്യാപിറ്റൽ റേസ് സംഭവിക്കാൻ. ആൻഡ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് കറക്ഷൻ ആണ്. ഇപ്പം ഇന്നലെ പറഞ്ഞു ഒരു 1.6-1.7% ഒക്കെ മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും ഒരു 4%ഓളം കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കറക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഷെയറിന്റെ പ്രൈസ് താഴെ പോവാം, തിരിച്ചത് കയറി വരാനായിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പം ഇത് ഒരു റീസൺ ആണ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ഇപ്പം നമ്മൾ കണ്ടതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും വോഡഫോൺ ഐഡിയ, അവര് ഇപ്പം മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചത് ജിയോ പോലെയുള്ള ഒരു കോമ്പറ്റീറ്റർ വന്ന സമയത്താണ്. അവർ മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ജിയോ പോലുള്ള ഒരു കമ്പനി വരുന്നത്. സോ അതിന്റെ ഒരു എഫക്റ്റ് അവരുടെ കമ്പനിയിലുണ്ടായി, അവർക്ക് നഷ്ടം സംഭവിച്ചു. അതിന്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസൾട്ടാണ്. ഇപ്പം സർ പറഞ്ഞ പോലെ തന്നെ കമ്പനീസിന്റെ ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് അത്രയും റിസൾട്ട് ഈ കമ്പനീസ് ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഷെയറിനെ അത് ബാധിക്കും. അപ്പം ഇത്തരത്തിലൊരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ട്. പിന്നെ റെഗുലേറ്ററി ചേഞ്ചസും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഗുലേറ്ററി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാങ്കുകൾക്ക് കൂടുതലും ഇഷ്യൂ കേട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് അവർ ടാക്സ് വെട്ടിപ്പോ അല്ലെങ്കിൽ ടാക്സ് കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ. അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും അവർക്കൊരു നോട്ടീസോ അല്ലെങ്കിൽ പെനാൽറ്റി ഒക്കെ വന്നു എന്നുള്ള ന്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയറിന്റെ വാല്യൂ ഡെഫിനറ്റ്ലി താഴോട്ട് പോകും ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും ഇപ്പോൾ പറഞ്ഞു കോവിഡ് പോലത്തെ ഇഷ്യൂസ് അല്ലെങ്കിൽ വൈറസ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അത് മാർക്കറ്റിനെ ബാധിക്കും. അപ്പം ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങിക്കുന്ന സമയത്ത് നെഗറ്റീവ്സും ഉണ്ട്, ഡെഫിനറ്റ്ലി പോസിറ്റീവ്സും ഉണ്ട്. ഇതാണ് ഇന്നലെ നമുക്ക്